ഹലോ ഫ്രണ്ട്സ്, സ്പിരിച്വൽ ഡോട്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 3 ലളിതമായ വഴികളെക്കുറിച്ചാണ്. ഒരു പക്ഷേ നിങ്ങളെ തന്നെ യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ കഴിയുന്നതിനേക്കാൾ ശക്തമായ മറ്റൊന്നും ഈ ലോകത്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളത് ചെയ്യാത്തത്? ഇന്ന് നിങ്ങൾക്ക് സ്വയം സ്നേഹം പ്രകടിപ്പിക്കാനും അതിൻ്റെ ഫലമായി നിങ്ങളുടെ കാഴ്ചപ്പാടും മാനസികാവസ്ഥയും ജീവിതവും മാറ്റാനും കഴിയുന്ന ചില വഴികൾ, അതായത് 3 കാര്യങ്ങൾ ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഞാൻ വീഡിയോ വെറുതെ വലിച്ചു നീട്ടുന്നില്ല, കാര്യങ്ങൾ വേഗം പറഞ്ഞു പോകാം. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഓരോ കഴിവുകളെയും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക. അതായത് ഓരോരുത്തർക്കും ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും അവരുടേതായ കഴിവുകളുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ആയതിനാൽ നിങ്ങൾ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്ന അതുല്യമായ നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ സ്നേഹിക്കണം. കാരണം നിങ്ങൾക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. അതിനുവേണ്ടി ഇന്ന് തന്നെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാനും നിങ്ങളുടെ ഗുണങ്ങളെ അഭിനന്ദിക്കാനും വേണ്ടി ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. അതിൽ നിങ്ങളുടെ വലുതും ചെറുതുമായ കാര്യങ്ങൾ എഴുതി ചേർക്കാം. ചിലപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും ഉണ്ടാവും. എക്സാമ്പിൾ, നിങ്ങളുടെ ചുരുണ്ട മുടി. പക്ഷേ അത് നിങ്ങളെ വ്യത്യസ്തനാക്കുന്നില്ലേ? അതായത് നമ്മളിങ്ങനെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ, നമ്മളുടെ ഗുണങ്ങളെക്കുറിച്ചുള്ള ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ നിങ്ങളെ യുണീക്കാക്കുന്ന, അതായത് നിങ്ങളെ വ്യത്യസ്തനാക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ സ്പെഷ്യലാക്കുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പഠിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ആത്മവിശ്വാസവും ആത്മപ്രശംസയും ഉള്ളവനാക്കാൻ കഴിയും. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങളോടുള്ള നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുന്ന അഫർമേഷൻസ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. അതായത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം അഫർമേഷനാക്കി ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള ലക്ഷ്യങ്ങൾ ഇതേപോലെ ഡെയിലി അഫർമേഷനായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പിന്നൊരു കാര്യം, നമ്മൾ നമുക്ക് വേണ്ടി തന്നെ അഫർമേഷൻ സ്വയം ഉണ്ടാക്കുന്നതാണ് നല്ലത്. എല്ലാ അഫർമേഷൻസും എല്ലാവർക്കും ഒരേപോലെ വർക്ക് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വയം ഉണ്ടാക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങളുടെ അഫർമേഷൻസ് നിങ്ങൾ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിക്കും. ഒന്നാമതായി, നമ്മൾ നമ്മളോട് തന്നെ ഉറക്കെ എന്തെങ്കിലും ആവർത്തിക്കുമ്പോൾ അത് സത്യമാണെന്ന് കൂടുതൽ വിശ്വസിക്കുകയും യാഥാർത്ഥ്യമായി അംഗീകരിക്കുകയും ചെയ്യും. അടുത്തതായി, മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്യുക. നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ നമ്മളുടെ എല്ലാ മനസ്സിലൊരു ധാരണയുണ്ടല്ലേ, എപ്പോഴും ജോലി ചെയ്തുകൊണ്ടേയിരിക്കണം, നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മളെപ്പോഴും ജോലി ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുള്ളൊരു ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഇങ്ങനെ പണിയെടുത്തുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. എപ്പോഴും നമ്മുടെ കയ്യിലുള്ള ജോലിയിലാണ് നമ്മുടെ ശ്രദ്ധ മുഴുവൻ. നമ്മൾ ഷോർട്ട് ടൈം ആയിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കുന്നത്. നമ്മൾ ലോങ് ടൈം ആയിട്ടുള്ള നമുക്ക് കുറേ ഡ്രീംസും ഗോൾസും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ മറന്നു പോവുക ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ചെയ്യാൻ കുറച്ച് സമയം കണ്ടെത്തണം. നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ട് സ്വയം സ്നേഹം കാണിക്കുക. അതെന്തുമാകാം. അതൊരു നല്ല പുസ്തകം വായിക്കുന്നതോ, പുറത്ത് നടക്കാൻ പോകുന്നതോ, അല്ലെങ്കിൽ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നതോ എന്തുമാകട്ടെ, ആ കാര്യത്തിനും കൂടി കുറച്ച് സമയം ഡെയിലി കണ്ടെത്തണം. നമ്മളുടെ ജീവിതം വളരെ ചെറുതാണല്ലേ. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തേണ്ടത് പ്രധാനമാണ്. നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾക്കായി ഒരു ദിവസം 10 മിനിറ്റ് സമയം കണ്ടെത്തും. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം കണ്ടെത്താനും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ആത്മസ്നേഹം തോന്നാനും കാരണമാവും. അങ്ങനെയാണ് നാം എല്ലാവരും ഓരോ ദിവസവും ചിലവഴിക്കേണ്ടത്. നിങ്ങളെങ്ങനെയാണ് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്